ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന 16 നക്ഷത്രക്കാർ ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് ഓഗസ്റ്റ് 14, 2026 ദേവീക്ഷേത്രത്തിൽ പോയി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടി അമ്മ വലിയ സാമ്പത്തിക ഐശ്വര്യത്തിലേക്ക് അവരെ നയിക്കും. ഒരുപാട് എത്രയോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു തരുന്നത്. ഈ വരുന്ന ഓഗസ്റ്റ് 14 2026 വെള്ളിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ആ ദിവസം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി ഞാൻ ഈ പറയുന്ന ലളിതമായ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ദേവി മാറ്റിത്തരും. വലിയ സാമ്പത്തികം നൽകും. വലിയ വലിയ പ്രശ്നങ്ങൾ വരെ, സാമ്പത്തിക പ്രശ്നങ്ങൾ വരെ തീർന്നു കിട്ടും. പിന്നെ ജോലി, സാമ്പത്തികം, കടം, ദാരിദ്ര്യം എല്ലാം അമ്മ മാറ്റിത്തരും എന്നുള്ളതാണ്. ഞാനീ പറയുന്ന 16 നക്ഷത്രക്കാർ, അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇത് അറിയാതെ പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് വർഷത്തിൽ മൂന്നോ നാലോ തവണയോ ഇങ്ങനെ പ്രത്യേകതയുള്ള വെള്ളിയാഴ്ച വരത്തുള്ളൂ. നിങ്ങളത് എല്ലാവരും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഈശ്വരന്റെ നിശ്ചയം പോലെ അത് ഈശ്വരാനുഗ്രഹമുള്ളവർ കാണും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ദേവി നൽകുമെന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ വരുന്ന വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് പറയാം. അന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ആ 16 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റം വരുത്തും. ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറ്റും എന്നുള്ളതാണ്. അതോടൊപ്പം ഞാനൊരു കാര്യം കൂടെ പറയുകയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്തത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. എനിക്ക് എല്ലാവർക്കും റിപ്ലൈ തരാനും പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജ് വാട്സപ്പിൽ വരുന്നത്. ഞാൻ പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി ഞാൻ പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ അത് രീതി കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് വിശകലനം ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. പിന്നെ വർക്ക് എടുക്കുന്ന മുൻഗണനാക്രമത്തിലായിരിക്കും, ധൃതി വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ ബുക്കിങ്ങിന് എടുത്തു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഫ്രീ ആവുന്നതനുസരിച്ച് ഞാൻ റിപ്ലൈ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു തന്നാൽ അത് ആത്മാർത്ഥമായിട്ടേ പറഞ്ഞു തരത്തുള്ളൂ. ഒരാളെ നോക്കിയാൽ അത് നോക്കിയതാണ്. അങ്ങനെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടാണ് ഏതൊരു കാര്യവും പറയുന്നത്. പിന്നെ അത് ആദ്യം പറയും, നിങ്ങൾ ചെയ്യാൻ ക്ഷേത്രത്തിലേക്കുള്ള ലളിതമായ കാര്യങ്ങളാണ് പറയുന്നത്. ചെയ്യേണ്ട ഒരു രീതിയുണ്ട്, അത് നിങ്ങൾ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട്, പിന്നെ നിങ്ങളുടെ പ്രയത്നമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി, അല്ല ചെയ്യേണ്ടത് തന്നെ പറയും. അങ്ങനെ പറഞ്ഞിട്ടേ ഞാൻ വർക്ക് എടുക്കത്തുള്ളൂ. നല്ല കാര്യങ്ങളെല്ലാം പറയാം. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ശരനൂൽ രഹസ്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ടത് ആവശ്യമുള്ളതെല്ലാം നല്ല ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ അത് ചുരുക്കി ഒരു ചെറിയ വോയിസ് ആയിട്ട് ചോദിക്കാവുള്ളൂ. ചിലർ 2, 3 വോയിസ് ഒക്കെ ആയിട്ട് ഇടുന്നത്. എനിക്കത് കേൾക്കാൻ സമയമില്ല. ചെറിയൊരു വോയിസ് ആയിട്ട് വാട്സപ്പിൽ ഇട്ടാൽ ഒരു കാര്യം ചോദിക്കാവുള്ളൂ, അത്യാവശ്യ കാര്യമുണ്ട്. എനിക്കറിയാവുന്ന നല്ല കാര്യമാണ്, ഞാൻ പറഞ്ഞു തരും. അതിന് ഫീസൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ വീഡിയോ എല്ലാവരും കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാരിൽ ഒരാളായിരിക്കും ചിലപ്പോൾ നിങ്ങൾ, അല്ല നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഈ പറയുന്ന ഒരു നക്ഷത്രക്കാരൻ കാണും. ഇതെല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ടെല്ലാം പറഞ്ഞുതരാം. ഈ വരുന്ന ഓഗസ്റ്റ് 14, 2026 വെള്ളിയാഴ്ചയുടെ പ്രത്യേകത, അത് പൂര നക്ഷത്രവും വെള്ളിയാഴ്ചയും കൂടെ ചേർന്ന് വരുന്ന ദിവസമാണ്. മാത്രമല്ല കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ചയാണ്, വെളുത്ത പക്ഷ വെള്ളിയാഴ്ചയാണ്. പൂരം നക്ഷത്രവും വെള്ളിയാഴ്ചയും കൂടെ ചേർന്ന് വരുന്ന ദിവസമാണ്. ഈ പൂരം നക്ഷത്രവും വെള്ളിയാഴ്ചയും കൂടെ ചേർന്ന് വന്നാൽ ആ ദിവസം ഭദ്രകാളിക്ക് ഞാനീ പറയുന്ന ചില പ്രത്യേക നക്ഷത്രക്കാർ, അത് DNA അസ്ട്രോളജി അനുസരിച്ചാണ്, തമിഴ് സിദ്ധ ജ്യോതിഷം, ആ പ്രത്യേക നക്ഷത്രക്കാർ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഞാനീ പറയുന്ന ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യേണ്ട രീതി ചെയ്താൽ നിങ്ങളുടെ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ വരെ മാറുവാനും ദേവി സാമ്പത്തികമായിട്ട് നിങ്ങളെ വലിയ ഉയർച്ചയിലേക്ക് എത്തിക്കുവാനും എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം കിട്ടാനും ഉപകരിക്കും. അപ്പം ഞാൻ ആ നക്ഷത്രക്കാർ പറഞ്ഞുതരാം. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 16 നക്ഷത്രക്കാർ: കാർത്തിക, പൂരം, മൂലം, രേവതി, ചൊവ്വ കർമ്മയിൽ വരുന്ന നക്ഷത്രം. മകയിരം, അത്തം, ഉത്രാടം വ്യാഴ കർമ്മയിൽ വരുന്ന നക്ഷത്രം. DNA അസ്ട്രോളജി തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച്. തിരുവാതിര, ചിത്തിര, തിരുവോണം ശുക്രകർമ്മ വരുന്ന നക്ഷത്രം. പുണർദം, ചോതി, അവിട്ടം ശനി കർമ്മ വരുന്ന നക്ഷത്രം. പൂയം, വിശാഖം, ചതയം രാഹു കർമ്മ വരുന്ന നക്ഷത്രം. ഇങ്ങനെ 16 നക്ഷത്രങ്ങൾ. ഒന്നുകൂടെ പറയാം:
കാർത്തിക, പൂരം, മൂലം, രേവതി, മകയിരം, അത്തം, ഉത്രാടം, തിരുവാതിര, ചിത്തിര, തിരുവോണം, പുണർദം, ചോതി, അവിട്ടം, പൂയം, വിശാഖം, ചതയം. ഈ നക്ഷത്രക്കാര് നിങ്ങൾ ഈ വരുന്ന വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ പോയി ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ ചെയ്താൽ ദേവി നിങ്ങൾക്ക് എല്ലാം നൽകും. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും അമ്മ മാറ്റിത്തരും എന്നുള്ളതാണ്. അപ്പം പൂരം നക്ഷത്രം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടുന്ന പൂരം നക്ഷത്രം വരുന്ന ദിവസം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന ദേവി പ്രീതികരങ്ങളായ പ്രാർത്ഥനകൾ ചെയ്താൽ. പിന്നെ വെള്ളിയാഴ്ച ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. മാത്രമല്ല കറുത്തവാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചയാണ്, വെളുത്തപക്ഷ വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഇത് എല്ലാം കൂടെ നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ചെയ്താൽ മതി. അടുത്തുള്ള ക്ഷേത്രത്തില് പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിച്ചു കേട്ടോണം. ഗുരുതി പുഷ്പാഞ്ജലി 100 രൂപയുടെ, അതെല്ലാ ക്ഷേത്രത്തിലും കാണും. ഗുരുതി പുഷ്പാഞ്ജലി വലിയ പൈസയുടെ അല്ലേ പറഞ്ഞ 100 രൂപയുടെ ഗുരുതി പുഷ്പാഞ്ജലി, അല്ലെ ഗുരുതി നിവേദ്യം 100 രൂപയുടെ ഉണ്ട്, അത് ചെയ്യുക. ഗുരുതി പുഷ്പാഞ്ജലി 100 രൂപയുടെ ചെയ്യുക. അങ്ങനെ ചെയ്ത ഗുരുതി പുഷ്പാഞ്ജലിയോ ഗുരുതി നിവേദ്യമോ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക. 100 രൂപയൊക്കെ ആകത്തുള്ളൂ. ആ രീതിയിലുള്ളത് ചെയ്താൽ മതി കേട്ടോ. അത് അങ്ങനെ ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്ന അതുപോലെ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുകിൽ ഗുരുതി പുഷ്പാഞ്ജലി അല്ലെ ഗുരുതി നിവേദ്യം, ഇതിലേതെങ്കിലും ഒന്ന് 100 രൂപയുടെ. പിന്നെ ചെമ്പരത്തി മാല, പെട്ടെന്ന് ഫലം കിട്ടും കേട്ടോ. ചെമ്പരത്തി മാല ഇല്ലെങ്കിൽ മാത്രം ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല, ചുവന്ന ഒരു പട്ട്, നെയ്വിളക്ക്, കുങ്കുമാർച്ചനയോ അല്ലെങ്കിൽ കുങ്കുമമോ അമ്മയ്ക്ക് സമർപ്പിക്കണം. നിങ്ങളുടെ മനസ്സുരുകി പ്രാർത്ഥിക്കണം. അമ്മ എനിക്ക് സാമ്പത്തികം നൽകണേ, എനിക്ക് ജീവിതത്തിൽ ഉയർച്ച നൽകണേ. നിങ്ങൾക്ക് എന്തു വേണോ അതെല്ലാം അമ്മയുടെ മനസ്സുകൊണ്ട് കരഞ്ഞ് അമ്മയെ മനസ്സ് ചെല്ലണം, പ്രാർത്ഥിക്കണം. അല്ല നിങ്ങൾ പോയെന്ന് കരുതിയോ വഴിപാട് വെച്ചെന്ന് കരുതിയോ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണോ നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സ് ഇത്രയും വഴിപാടിന്റെ കൂടെ നിങ്ങളുടെ മനസ്സുകൂടെ അങ്ങ് ചെല്ലണം. ഇത് ആവശ്യമുള്ളവർ ചെയ്യുക കേട്ടോ, അല്ലെ പറ്റുന്ന പോലെ ചെയ്യുക. ഞാനത് ഫലം കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. ഇപ്പം എല്ലാ വഴിപാടും ചെയ്യാൻ പറ്റില്ലല്ലോ, അവനവന് ആവശ്യമുള്ള ചെയ്യുക, പറ്റുന്ന ചെയ്യുക, അല്ലെപ്പോഴും തൊഴുതെങ്കിലും ചെയ്യുക. ഇത് ഇത്രയും ചെയ്താൽ ആ ഫലം ഉണ്ടാകും. അതുകൊണ്ട് പറഞ്ഞു കേട്ടോ, ആവശ്യമുള്ളവർ ആവശ്യം പോലെ ചെയ്യുക. അപ്പം അമ്മയോട് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. അമ്മയെ ഉറച്ച് വിശ്വസിക്കണം. വഴിപാട് നടക്കി വെച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താണോ കാര്യം നേടേണ്ടത് അത് നേടിയതായിട്ട് തന്നെ ഉറച്ച് വിശ്വസിക്കണം. ആ വിശ്വാസത്തിലും മനസ്സ് അമ്മയെ ചെല്ലുന്നതിലുമാണ് കാര്യം ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, എന്നാലേ ആ ഫലം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ അമ്മയ്ക്ക് ചെയ്യുക. രാവിലെ ഒരു ഗണപതി ഹോമത്തിന് കൊടുക്കുക, വൈകിട്ട് ഒരു ഭഗവതി സേവയ്ക്ക് കൊടുക്കുക. ഈ വരുന്ന വെള്ളിയാഴ്ച ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇത്രയും വഴിപാടുകൾക്ക് പ്രത്യേകതയുണ്ട്. ഈ വരുന്ന വെള്ളിയാഴ്ച ചെയ്താൽ അതിന് പ്രത്യേക ഫലമുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അത് ആവശ്യം പോലെ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുക, അല്ലെ നിങ്ങളുടെ ആവശ്യം പോലെ. ഇപ്പൊ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും വഴിപാട് 1 2 ചെയ്യാൻ പറ്റുന്നുള്ളൂ, അതിലൊന്നും കുഴപ്പമില്ല, ചെയ്താൽ മതി. നിങ്ങളുടെ സൗകര്യം പോലെ ആവശ്യം പോലെ ചെയ്യുക കേട്ടോ. അപ്പൊ ഇത് അത്ഭുതകരമായ മാറ്റങ്ങൾ നൽകുമെന്നുള്ളതാണ്. ഇതിന്റെ ഗുണമെന്ന് വെച്ചാൽ ദാരിദ്ര്യം മാറും, കടങ്ങൾ മാറും, സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും, കുടുംബ ഐശ്വര്യം ഉണ്ടാകും, നിങ്ങളെ അമ്മ രക്ഷപ്പെടുത്തും. പിന്നെ രോഗദുരിതങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഡോക്ടറെ കാണുക, ട്രീറ്റ്മെന്റ് എടുക്കുക. ഒരു ഡോക്ടറെ കണ്ട് കുറവില്ല വേറെ ഡോക്ടറെ കാണുക, ഡോക്ടർ നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിൻ്റെ കൂടെ ഈ വെള്ളിയാഴ്ച അമ്മയ്ക്ക് പ്രാർത്ഥനയും കൂടെ ചെയ്താൽ നല്ലതാണ്, ട്രീറ്റ്മെന്റിന്റെ കൂടെ കേട്ടോ. അങ്ങനെ ചെയ്യാവുള്ളൂ. അപ്പൊ എന്തു തരത്തിലുള്ള സാമ്പത്തിക ഉയർച്ച ആയിക്കോട്ടെ, നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം അമ്മ കണ്ടെത്തി തരും. പക്ഷെ ഉറച്ച് വിശ്വസിക്കണം. അല്ലാതെ പോയെന്ന് കരുതിയോ ചെയ്തെന്ന് കരുതിയോ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സ് അവിടെ കൊടുക്കണം. നിങ്ങൾ ആ വഴിപാട് നടക്കി വെച്ചു കഴിയുമ്പോൾ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. അത് നടന്നതായിട്ട് തന്നെ ഉറച്ച് വിശ്വസിക്കണം. മനസ്സിലായില്ലേ? അപ്പോഴാണ് അത് നടക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അങ്ങനെ ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ശങ്കയോ സംശയമോ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാലോ അത് ഫലം കിട്ടാൻ തടസ്സമുണ്ടാകും കേട്ടോ. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ 16 നക്ഷത്രക്കാരും ഈ 16 നക്ഷത്രക്കാരെ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? അതൊരു കോമ്പിനേഷനാണ്. അതായത് തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക ദിവസങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്താൽ അത് മതി രക്ഷപ്പെടാൻ. ഇപ്പം ഇന്ന് എൻ്റെ വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്തു. അതായത് അവരുടെ കുട്ടിക്ക് ഷിപ്പിൽ ജോലി കിട്ടി. അപ്പോൾ അതിന് കുറേ തടസ്സം ഉണ്ടായിരുന്നു. അതിന് എന്നോട് വഴിപാട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് അത് ചെയ്ത് അവർക്ക് ജോലി കിട്ടി കുട്ടിക്ക് ഷിപ്പിൽ. അതുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് ചെയ്തത്. മനസ്സിലാകുന്നുണ്ടോ?
അല്ല ചുമ്മാ ഒരാൾക്ക് മെസ്സേജ് ചെയ്യുന്നതല്ല, അവർക്ക് അനുഭവമായി. അപ്പൊ എന്നോട് വാട്സപ്പിൽ ഇപ്പോഴും മെസ്സേജ് കിടപ്പുണ്ട്. സാറിനെ ദൈവതുല്യനായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം സാറ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കുട്ടിക്ക് ഷിപ്പിൽ ജോലി കിട്ടി, അവരുടെ മകന് ഷിപ്പിൽ ജോലി കിട്ടി എന്ന് പറഞ്ഞ മെസ്സേജ് ഇത് ഇപ്പോഴും എൻ്റെ ഇത് കിടപ്പുണ്ട്, വാട്സപ്പ് കിടപ്പുണ്ട്. ഞാൻ അത് എഴുതിയും വെക്കും മെസ്സേജുകൾ. നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ആ നോട്ടും ചെയ്തു വെക്കും. വെറുതെ ഒരു കാര്യം ഞാൻ പറയത്തില്ല. അപ്പോഴേ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഞാൻ ദൈവതുല്യനുമല്ല, ദൈവവുമല്ല, ദൈവതുല്യനുമല്ല, ഒന്നുമല്ല. ഞാനൊരു സാധാരണക്കാരനാണ്. പക്ഷെ എനിക്കറിയാവുന്ന കാര്യം സത്യസന്ധമായിട്ട് വിശദമായിട്ട് ഒരാൾക്ക് ഫലം കിട്ടണം, അത്ര ഞാൻ എത്ര സമയം എടുത്താണേലും പറഞ്ഞു കൊടുക്കും. ഞാനൊരു സാധാരണക്കാരൻ. അങ്ങനെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് അവർക്കത് ഫലം ഉണ്ടാകുന്നത്. നിങ്ങൾ ചുമ്മാ ഒരു വഴിപാട് പോയി ചെയ്താൽ ഒരിക്കലും ഫലം ഉണ്ടാകത്തില്ല. നിങ്ങൾ വഴിപാട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളെല്ലാം മറക്കുക. എന്നിട്ട് വഴിപാട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ വേണ്ടത് അത് ആ ദേവതയോട് അപേക്ഷിക്കണം. വഴിപാട് നടക്കി വെച്ചു കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അത് നടന്നതായിട്ട് തന്നെ മനസ്സിൽ ഉറപ്പിക്കണം. ഇങ്ങനെ ചെയ്താലാണ് ഫലം ഉണ്ടാകുന്നത്. അല്ലാതെ വഴിപാട് ചെയ്തുകൊണ്ടോ ക്ഷേത്രത്തിൽ പോയോണ്ടോ എത്ര തവണ ചെയ്തുകൊണ്ടോ ഫലം ഉണ്ടാകണോ നിർബന്ധമില്ല. ഇതിനൊക്കെ ഓരോ രീതികളുണ്ട്. ഇനി ഓരോ നക്ഷത്രക്കാർ ചില പ്രത്യേക ദേവതകൾക്ക് ചില പ്രത്യേക ദിവസങ്ങളിൽ വഴിപാട് ചെയ്യുമ്പോൾ പെട്ടെന്ന് മാറ്റം വരും. അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പം ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ പൂരം നാളുകാർ അവര് സാമ്പത്തികപരമായ തട്ടിപ്പിൽ പോയി പെട്ടെന്ന് ചാടാൻ സാധ്യതയുള്ളൊരു നക്ഷത്രമാണ് പൂര നക്ഷത്രം. അതുപോലെ ഈ പുണർന്ന നക്ഷത്രക്കാര് മോശം കൂട്ടുകെട്ടുകളിൽ പെട്ടെന്ന് പോയി ചാടാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. അപ്പം ഇതിനൊക്കെ ചില രഹസ്യങ്ങളുണ്ട്. അതുപോലെ മൂല നക്ഷത്രക്കാര് അവര് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്ത് സ്വന്തം നിലയിൽ വളർന്നു വരാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അതിന് സർപ്പപ്രീതിയും വേണം, ദേവീപ്രീതിയും വേണം, ഉണ്ണിക്കണ്ണന്റെ കൃഷ്ണന്റെ അനുഗ്രഹവും വേണം. അതോടെ പെട്ടെന്ന് ലൈഫിലേക്ക് വരും. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, ചില നക്ഷത്രക്കാർക്ക് ചില ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മാറ്റം പെട്ടെന്ന് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്നത് കൊണ്ടും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് ആ ശരിയായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ആദ്യം പറയും, നിങ്ങളുടെ മനസ്സിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകണം. എല്ലാവർക്കും വിശ്വാസമുണ്ട്, ആ വിശ്വാസമല്ല ഉറച്ച വിശ്വാസം. അങ്ങനെ ഉള്ളവർക്കേ അത് ഫലം കാണത്തുള്ളൂ. അല്ലാതെ ചെയ്താൽ ഒരു കാര്യമില്ലെന്ന് ആദ്യമേ ഞാൻ പറയും. ആവശ്യമുണ്ടേ ചെയ്താൽ മതി, എനിക്ക് നിർബന്ധമില്ല. ആവശ്യമുള്ളവർ ചെയ്യുക, ചെയ്തവർക്ക് അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് സന്തോഷമാണ്. കാരണം സത്യസന്ധമായിട്ടും അത് വളരെ വിശദമായിട്ടുമാണ് ഞാൻ പറയുന്നത്. ഈ മകയിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരു മധ്യഭാഗം വരെ പ്രതിസന്ധികളായിരിക്കും, പിന്നെ ഉയർച്ച ഉണ്ടാകും. ആ സമയത്താണ് അവർക്ക് തോന്നുന്നത് പുണ്യക്ഷേത്രങ്ങളിൽ പോകണം, ആ ക്ഷേത്രത്തിൽ പോകണം, ഈ ക്ഷേത്രത്തിൽ പോകണം എന്നൊക്കെ തന്നെ തോന്നും. ലൈഫ് ചേഞ്ച് ആകുകയാണ് അവിടെ തൊട്ട്. അപ്പൊ അവർക്ക് കൃഷ്ണനും ഭദ്രകാളിയാണ് പ്രധാനം. അതുപോലെ അത്തം നക്ഷത്രക്കാര് വളരെ പ്രാരാബ്ദങ്ങൾ എടുത്ത് തലയിൽ വെക്കുന്ന ഒരു നക്ഷത്രക്കാരാണ്. അറിഞ്ഞോ അറിയാതെ അവരുടെ തലയിൽ ധാരാളം പ്രാരാബ്ദങ്ങൾ വരും. കൃഷ്ണന് 4 നെയ്വിളക്ക് വ്യാഴാഴ്ച തെളിയിച്ചു നോക്ക്, അവരുടെ ജീവിതം മാറും. ഇത് വൈകിട്ട് തെളിയിക്കണം. ലൈഫ് പെട്ടെന്ന് ചേഞ്ച് ആകും. ഒരു തവണ തെളിയിച്ചുകൊണ്ട് മാറണമെന്നില്ല. ചിലപ്പം പലതവണ ആവർത്തിക്കേണ്ടി വരും. ചിലർക്ക് ചിലപ്പോൾ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ മാറ്റം ഉണ്ടാകും. കാരണം അവരുടെ മനസ്സ് അവിടെ ചെല്ലണം, ഭഗവാനിൽ ചെല്ലണം, വിശ്വസിക്കണം. അപ്പോഴാണ് മാറത്തുള്ളൂ. അല്ലാതെ നെയ്വിളക്ക് തെളിയിച്ചെന്ന് യാതൊരു കാര്യമില്ല. അതുപോലെ ഉത്രാട നക്ഷത്രക്കാർക്ക് റെസ്റ്റോറൻറ്റ് ബിസിനസ്, വണ്ടിയുടെ വാഹനത്തിന്റെ ബിസിനസ്, ഫുഡ് ബിസിനസ്, ടെക്നിക്കൽ ബിസിനസ്, ക്ലറിക്കൽ ബിസിനസ്, നിയമപരമായ കാര്യങ്ങൾ ഒക്കെ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, കൃഷി, ഇങ്ങനെയുള്ള പല കഴിവുകളും ഉള്ളവരാണ്. പക്ഷെ ഇതൊക്കെ ക്ലിക്ക് ആവണമെന്നുണ്ടെങ്കിൽ കൃഷ്ണപ്രീതി നന്നായിട്ട് വേണം, ഭദ്രകാളി പ്രീതിയും വേണം ഇവരുടെ ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ. അതൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇവരുടെ ജീവിതം മാറുന്നത്. അപ്പം അത് എനിക്കറിയാവുന്ന അനുഭവത്തിലുള്ള നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. തിരുവാതിര നക്ഷത്രക്കാര് തട്ടിപ്പുകളിൽ, അതായത് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് തട്ടിപ്പുകളിൽ പോയി ചാടാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് തിരുവാതിര. കബളിപ്പിക്കപ്പെടാൻ അവർ വിശ്വാസത്തിന്റെ പേരിൽ അവരെ കബളിപ്പിക്കപ്പെടുന്നത്. അവർ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ട് അബദ്ധങ്ങളിൽ പോയി ചാടാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഭദ്രകാളി പ്രീതി വേണം. ഭദ്രകാളിയെ വിളിച്ചാൽ മതി, ഒരു ആപത്തിലും പോയി ചാടത്തില്ല. ഇതെല്ലാം കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അത് ശരിയായിട്ട് മനസ്സിലാക്കുന്നവർക്ക് അതിന്റെ ഗുണം ഉണ്ടാകുന്നുണ്ട്. ചിത്ര നക്ഷത്രക്കാര് ഭദ്രകാളിയെയും ശിവന്റെ അനുഗ്രഹം വേണം, പെട്ടെന്ന് ജീവിതം മാറും. പക്കനാളിന് ശിവന് വഴിപാട് ചെയ്ത് നോക്കി, വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് വഴിപാട് ചെയ്ത് നോക്കി, ടക്കേന്ന് ജീവിതം മാറും. അല്ലാതെ എത്രയൊക്കെ ചെയ്താലും എന്നും ഒന്നും കഷ്ടപ്പാടും ഇതും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ്. തിരുവോണ നക്ഷത്രക്കാര് പലരും ദേശം വിട്ട് ജോലി ചെയ്യാനോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനോ ഒക്കെ കഴിവുള്ളവരും, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ആണേലും അല്ലെങ്കിൽ വിദേശത്താണേലും
ആ കൃഷ്ണന് ഭദ്രകാളിക്ക് ചില വഴിപാടുകൾ ചെയ്യുമ്പോൾ അവരുടെ ഭാഗ്യോദയങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ പുണർദം ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. പുണർദം നാളുകാർ ഈ തെറ്റായ കൂട്ടുകെട്ടുകളെ ഒക്കെ പോയി ചാടാൻ, കൂട്ടുകെട്ട് സംബന്ധമായിട്ട് ചാടാൻ ചില സാധ്യതയുള്ള നക്ഷത്രമാണ്. അപ്പോൾ അത് ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യുമ്പോൾ മാറ്റം വരും. അതുപോലെ ചോതി നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് സർപ്പത്തിന് വഴിപാട് ചെയ്യുകയും ഭദ്രകാളിക്ക് വഴിപാട് ചെയ്താലും പെട്ടെന്ന് മാറ്റം വരും എന്നുള്ളതാണ്. ചോദ്യ നക്ഷത്രക്കാർ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കേപ്പബിലിറ്റിയുള്ള, എബിലിറ്റിയുള്ള, സ്കിൽഫുള്ളാണ്, കഴിവുള്ളവരാണ്. പക്ഷെ അവരുടെ ഭാഗ്യോദയം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഭദ്രകാളിയെ വിളിക്കേണ്ട രീതിയിൽ വിളിക്കണം, വഴിപാട് ചെയ്യണം, സർപ്പത്തിന് വഴിപാട് ചെയ്യണം, കൃഷ്ണന് വഴിപാട് ചെയ്യണം. ഇതൊക്കെ ലളിതമായ കാര്യങ്ങളെ ഞാൻ പറയുന്നത്, അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല. അതും മതി, അത് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവിട്ട നക്ഷത്രക്കാർ വളരെ കഴിവുള്ളവരാണ്. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഇവർ മുരുകന് വഴിപാട് ചെയ്യണം, ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യണം. പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ആവും. പൂജ നക്ഷത്രക്കാർ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് വളരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ വിശ്വസിക്കുന്നതുകൊണ്ട് ആപത്തുകളിൽ പോയി ചാടാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കൃഷ്ണനെ മുറുകെ പിടിക്കണം. കൃഷ്ണനെ നന്നായിട്ട് വിളിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഇവരുടെ ജീവിതത്തിൽ എല്ലാം ഭഗവാൻ തട്ടിമാറ്റും. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട്. ഭഗവാൻ ഉള്ളിടത്ത് വിജയമുണ്ട്, അവിടെ പ്രശ്നങ്ങളില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ പൂയനാളുകാരൊക്കെ മാസത്തിൽ ഒന്നെങ്കിലും ഗുരുവായൂർ ദർശനം നടത്തണം, അല്ലെങ്കിൽ അമ്പലപ്പുഴ ദർശനം നടത്തണം, അല്ലെങ്കിൽ അതുപോലെ ചൈതന്യം കൂടിയ ആറന്മുളയോ പത്മനാഭസ്വാമി ക്ഷേത്രമോ ചൈതന്യം കൂടി അതുപോലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ മാസം ഒന്ന് ദർശനം നടത്തണം. ഒരാമതിനും പോയി ചാടത്തില്ല കേട്ടോ. തിരുവാതിര ആയിക്കോട്ടെ, പൂയമായിക്കോട്ടെ, പുണർദമായിക്കോട്ടെ, എല്ലാ ആപത്തുകളും തട്ടി മാറിപ്പോവും. പൂരമായിക്കോട്ടെ, എല്ലാ ആപത്തുകളും തട്ടി മാറിപ്പോവും എന്നുള്ളതാണ്. വിശാഖ നക്ഷത്രക്കാര് ഇവര് മുരുകന്റെ അനുഗ്രഹവും ഭദ്രകാളിയുടെ അനുഗ്രഹവും കൃഷ്ണന്റെ അനുഗ്രഹവും വളരെ ജീവിതത്തിൽ മാറ്റം വരുത്തും എന്നുള്ളതാണ്. വലിയ വലിയ രീതിയിൽ ജീവിതത്തിൽ ഉയർച്ച നൽകും എന്നുള്ളതാണ്. ചതയം നാളുകാരും തട്ടിപ്പിലും വെട്ടിപ്പിലും ഒക്കെ പോയി ചാടാൻ സാധ്യതയുള്ള നക്ഷത്രം തന്നെയാണ് ഇവര്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു തെറ്റായ രീതികളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. ആദ്യമൊക്കെ തെറ്റായ രീതിയിൽ പോയാൽ പിടിച്ചില്ലേലും പക്ഷെ പിടിക്കപ്പെടും കേട്ടോ. അതുകൊണ്ട് നല്ല രീതിയിൽ ഏതൊരു കാര്യവും മാനിപ്പുലേഷൻസ് ചെയ്യാതെ തെറ്റായ കാര്യങ്ങളുടെ പുറകെ പോകരുത്, നല്ല കാര്യങ്ങളുടെ പുറകെ പോകാവുള്ളൂ. മാസത്തിലൊന്ന് ഗുരുവായൂരൊക്കെ ദർശനം നടത്തുന്നത് നല്ലതാണ്. ഗുരുവായൂർ അമ്പലപ്പുഴയൊക്കെ എല്ലാ ആപത്തുകളും തട്ടിമാറിപ്പോവും. അപ്പൊ ഞാൻ ഇത്രയും നക്ഷത്രങ്ങളെക്കുറിച്ച് ചുമ്മാ വെറുതെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടല്ല, ഒന്ന് ഓട്ടപ്രദർശനം ചെയ്തതേ ഉള്ളൂ, ഒന്ന് ജസ്റ്റ് അതിലൂടെ കടന്നുപോയി. പക്ഷെ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഗുണമുണ്ടാക്കും, എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ ഒരുപാട് വർഷങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക, ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം വരിക, നല്ല പ്രായമുണ്ട്, ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പുതിയൊരു സ്ഥാപനം കണ്ടുപിടിക്കണം, എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ച്, അല്ലെങ്കിൽ പുതിയൊരു സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞു വിട്ടു, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു, വർഷങ്ങളായിട്ട് ജോലി ചെയ്യുക, നല്ല കഴിവുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആണെന്ന് വിചാരിച്ചു, പുതിയൊരു സ്ഥാപനത്തിൽ ചെന്നാലും സ്ഥിതിയൊന്നും വ്യത്യാസമല്ല, അവിടെയും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ജോലിക്ക് പോരേണ്ടി വരും. അപ്പോഴേ വർഷങ്ങളോളം ഒരു സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞ് പെട്ടെന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ എന്തു ചെയ്യും? അതായത് പെട്ടെന്നൊരു ജോലി കണ്ടെത്തുക, പ്രായമാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടോടായിരിക്കും. അങ്ങനെയുള്ള ആളുകളെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഈ ദൈവാധീനമുള്ളവർ, നിങ്ങളെ ഈശ്വരൻ കൈവിടത്തില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ തരും. ഞാനൊരിക്കൽ ഒരു എനിക്ക് പരിചയമുള്ള ഒരാൾ, ഞാൻ ബാങ്കിൽ പോകുന്ന വഴി വെച്ച് കണ്ടതാണ്. അദ്ദേഹം വർഷങ്ങളോളം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ മുതലാളിയുമായിട്ട് വഴക്കിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നു. ഇയാൾ വഴിക്ക് നിൽക്കുക, ഒരു ബാഗൊക്കെ പിടിച്ചുകൊണ്ട്, ഒരു കൂടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ, നല്ല ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു വർക്കറാണ്, നല്ല പ്രൊഫഷണൽ ആള്. അപ്പോഴത്തേനും ഞാൻ ചോദിച്ചു, ചേട്ടാ എന്നാ ഇവിടെ നിൽക്കുന്ന ചോദിച്ചവൻ പറഞ്ഞു, ഓ മോനെ, ഞാൻ ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാപനത്തിലെ മുതലാളിയായിട്ട് വഴക്കിട്ട് ഇറങ്ങി പോരേണ്ടി വന്നു. ഞാൻ എവിടെ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് കുട്ടികളുണ്ട്, പിന്നെ ലോണൊക്കെ കാണും. പെട്ടെന്നൊരു സ്ഥാപനം എങ്ങനെ കണ്ടുപിടിക്കാണ്? അതുമല്ല എനിക്ക് സാമ്പത്തികപരമായ പല കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ പെരുവഴി എന്നാണ് എന്നോട് സംസാരിക്കുന്നു. അതും പ്രായമായിട്ടുണ്ട്. കാരണം ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് നല്ലൊരു ഭാഗം പോയി കഴിഞ്ഞാൽ
നമുക്ക് പ്രായമാകും, പഴയ കഴിവൊന്നും പിന്നെ കാണത്തില്ല. അപ്പോഴത്തേനും ഇദ്ദേഹം വലിയ മുരുക ഭക്തനാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ മുരുകൻ ചേട്ടനെ കൈവിടത്തില്ല. ആ ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. ഇദ്ദേഹം എല്ലാ ഞായറാഴ്ചയും പെരുന്ന മുരുകന്റെ അമ്പലത്തിൽ പോകും. ചങ്ങനാശ്ശേരി പെരുന്നയിലെ മുരുകന്റെ അമ്പലത്തിൽ പോകും. എല്ലാ ഞായറാഴ്ചയും പോകും. ഭയങ്കര മുരുക ഭക്തനാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ മുരുകൻ കൈവിടത്തില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം വേറൊരു സ്ഥാപനത്തിൽ കയറി. അവിടെ നിന്ന് കുറെ നാൾ ജോലി ചെയ്തു. പിന്നെയും ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളെല്ലാം എപ്പം വേണേലും പറഞ്ഞ് ഇറങ്ങി പോകാന്നുള്ളേ ഉള്ളൂ. നമുക്കത് അവിടെ വലിയ സ്ഥിരതയൊന്നും ഇല്ലല്ലോ. അവിടെ നിന്നും പോരേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം ഇടണമെന്നുള്ള തോന്നലുണ്ടായി. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കൂടെ ചെയ്യണം. അല്ലെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഇറങ്ങി പോകേണ്ടി വന്നാലും ഒന്നുകിൽ നിങ്ങൾക്ക് ഇച്ചിരി സമ്പാദ്യം വേണം, അല്ലെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സൈഡായിട്ട് എന്തെങ്കിലും ഒരു വരുമാനത്തിലുള്ള കാര്യം കൂടെ ചെയ്തോണം. അങ്ങനെയാണ് ബുദ്ധിയുള്ളവർ ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രമിക്കണമെന്ന് ഞാൻ എല്ലാവരോടും എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കട ഇട്ടാൽ കൊള്ളാൻ തോന്നി. പക്ഷെ ഇദ്ദേഹത്തിന് അതിനുള്ള വലിയ കഴിവൊന്നുമില്ല. ഒരു റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനോ ഒക്കെയുള്ള വലിയ കഴിവൊന്നുമില്ല ഇദ്ദേഹത്തിനില്ല. പക്ഷെ ജോലിയും എടുക്കണം. അദ്ദേഹത്തിന്റെ ജോലി ഒരു പ്രൊഫഷണലാണ്. ഏത് ജോലിയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണലാണ്. അപ്പം അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഇദ്ദേഹത്തിനെ വഴിവെച്ചുകൊണ്ട് പറഞ്ഞു, ഒരിടത്തൊരു റൂമുണ്ട്, വലിയ വാടകയൊന്നുമില്ല, അത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. എല്ലാം മുരുകന്റെ അനുഗ്രഹമാണ്. അപ്പം ഞാൻ ചുരുക്കം പറഞ്ഞാൽ നമുക്കൊരു കഴിവും വേണ്ട, ഈശ്വരാധീനമുണ്ട്, എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ കാണിച്ചു തരുമോ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് ആ റൂം ശരിയാക്കി കൊടുത്തു സുഹൃത്ത്. അദ്ദേഹം അവിടെ ഒരു സ്ഥാപനം ഇട്ടു. അപ്പം ഒന്ന് ആലോചിച്ചു നോക്കണം, ഒരു പ്രായമായ ഒരു മനുഷ്യൻ ഒരു സ്ഥാപനം ഇട്ട് കഴിഞ്ഞാൽ ചെറുപ്പമല്ല. അപ്പൊ ആ സ്ഥാപനം നല്ല രീതിയിൽ വിജയിക്കണമെന്ന് നിർബന്ധമില്ല. വീട് നോക്കണം, ലോൺസ് ലയബിലിറ്റീസ് ഒക്കെ കാണും, എല്ലാം നടന്നു പോകണം. അപ്പൊ ഒരു റിസ്ക് കൂടെ എടുക്കുന്നത്. അപ്പൊ സ്ഥാപനം ഇട്ട് കഴിഞ്ഞു ഇദ്ദേഹം ഇവിടെ വന്ന് ആണ് മുഹൂർത്തം നോക്കിയത് സ്ഥാപനത്തിന്, ഭഗവാന്റെ മുന്നേ വെച്ച സ്ഥാപനം. അപ്പൊ എനിക്ക് കുറെ തിരക്കുകൾ ഉണ്ടേ പോലും എനിക്കറിയാവുന്ന ആളും പിന്നെ അദ്ദേഹത്തിന്റെ അവസ്ഥയും മനസ്സിലായി. ഇവിടെ വന്ന് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടാണ് മുഹൂർത്തം എഴുതി കൊടുത്തത്. ആ ഡേറ്റിന് ആ മുഹൂർത്തത്തിൽ സ്ഥാപനം ഓപ്പൺ ചെയ്തു. നമ്മൾ ഭഗവാനെ വിളിച്ച് എഴുതി കൊടുക്കുന്നു, അല്ലാതെ നമുക്ക് യാതൊരു കഴിവുമില്ല. അദ്ദേഹത്തിന്റെ സ്ഥാപനം ഇന്ന് ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം മുരുകൻ അദ്ദേഹത്തെ സംരക്ഷിച്ചു. നിങ്ങൾക്ക് ഏത് ഈ മുരുകനായിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, ഭദ്രകാളി ആയിക്കോട്ടെ, നിങ്ങൾ കുറച്ച് ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളെ ഏതൊരു ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തും. നിങ്ങൾ ഒരിക്കലും പെരുവഴിയിലാകത്തില്ല. പക്ഷെ വിശ്വാസം ഉറച്ചതായിരിക്കണം. അല്ലാതെ കാര്യം കാണാനുള്ള വിശ്വാസം ആകരുത്. നിങ്ങൾക്കൊരു പരാജയം ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങൾ ഈശ്വരനെ തള്ളി പറയരുത്. നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കണം. പിന്നെ നിങ്ങൾ പ്രയത്നിക്കുകയും കൂടെ വേണം. ഒരിക്കലും ഈശ്വരൻ കൈവിടത്തില്ല. ഈ വേറൊരാള് ഇതുപോലെ തന്നെ, അദ്ദേഹം വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ആളാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് വെളിയിലത്തെ അതായത് വിദേശത്തെ വർക്കൊക്കെ നാട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു സ്ഥാപനത്തിൽ വർഷങ്ങളോളം നിന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന് വളരെ തുച്ഛമായ ശമ്പളമുള്ളൂ. തുച്ഛമായ ശമ്പളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവിനനുസരിച്ചുള്ള ശമ്പളമില്ല. എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല. ഒരു സ്ഥാപനം തുടങ്ങാൻ പേടി, ഒരു റൂം എടുക്കാൻ പേടി, എല്ലാം അങ്ങനെ ഇരിക്കെ അദ്ദേഹം പായിപ്പാട് പുത്തങ്കാവിലമ്മയ്ക്ക് പോയി വെള്ളിയാഴ്ച നാരങ്ങാ വിളക്ക് തെളിയിക്കും. പിന്നെ എന്തൊക്കെയോ വഴിപാട് അമ്മയ്ക്ക് അവിടെ ചെയ്യുന്നുണ്ട്. നാരങ്ങാ വിളക്ക് തെളിയിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഭാഗ്യസുപ്ത പുഷ്പാഞ്ജലിയൊക്കെ ആണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ അവിടെ ചെയ്തു. നാരങ്ങാ വിളക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച പോയി അമ്മയെ നിങ്ങൾക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെയും കാണാൻ പോകും. അവിടെ പോയി വെണ്ണക്കുടം കൊടുക്കും നന്നായിട്ട്. പിന്നെ അവിടെ അവിടെയും വരുമാനത്തിന്റെ ഒരു അംശം കൊടുക്കും. പായിപ്പാട് പുത്തങ്കാലം അമ്മയ്ക്ക് കിട്ടുന്ന പോലെ വരുമാനത്തിന്റെ ഒക്കെ ഇടയ്ക്ക് സമർപ്പിക്കും. ഈ അമ്മയുടെ ഭൂമിയുടെ ദാനത്തിന് ഭൂമി മേടിക്കാൻ വേണ്ടി തന്നെ പുള്ളി ഇച്ചിരി പൈസ ഈയിടെ കൊണ്ട് കൊടുത്തു. ഇതെല്ലാം അമ്മ കൊടുത്തതാ. ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അമ്മയുടെ പൈസയാന്നാ പറഞ്ഞത്. ഇദ്ദേഹത്തിന് റൂം, ഇദ്ദേഹം പലയിടത്തും റൂമിന് പോയി അന്വേഷിച്ചു. പല വലിയ വാടകകളാണ്. നമ്മളിപ്പോൾ ഒരു റൂമൊക്കെ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി അന്വേഷിച്ച് തന്നാൽ ആദ്യമൊക്കെ ചിലപ്പോൾ നിരാശ ഉണ്ടാകും. വലിയ വാടകയായിരിക്കും പറയുന്നത്, ചിലപ്പോൾ ഒട്ടും ഒക്കാത്ത സ്ഥലങ്ങളായിരിക്കും. പല സ്ഥലങ്ങളിൽ റൂം പോയി കണ്ടു. അവസാനം ഒരിടത്ത് റൂം പോയി കണ്ടു. അത് വാടകയുണ്ട് എങ്കിലും നല്ലൊരു സ്ഥലമാണ്. അവിടെ റൂം എടുത്തു. ഇദ്ദേഹം പായിപ്പാട് പുത്തങ്കാവിലുമേ വെള്ളിയാഴ്ച വന്ന് തൊഴുത് കരഞ്ഞ് പ്രാർത്ഥിക്കും. അമ്മയ്ക്ക് നാരങ്ങ വിളക്ക് ഇദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന വഴിപാടൊക്കെ ചെയ്യും. ഇടയ്ക്ക് അമ്പലപ്പുഴ പോവും. ഭയങ്കര വിശ്വാസമാണ്. ഇങ്ങനെ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ വീട്ടിൽ ഇരുന്നു ഒക്കെ ആ ഭയങ്കര ദേവി ഭക്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ബിസിനസ് വലിയ രീതിയിൽ വിജയിച്ചു.
ഇന്ന് അദ്ദേഹത്തിന് ലക്ഷങ്ങളാണ് കയ്യിൽ. അദ്ദേഹം അതിൻ്റെ ഒരു വിഹിതമാണ് പായിപ്പാട് പുത്തൻകാവിലമ്മയ്ക്ക് ഈ ഭൂമി മേടിക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് കൊടുത്തു. സാമാന്യം നല്ല തുകയാണ്, തീരെ ചെറിയ തുകയല്ല. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അമ്മയുടെ പൈസയാണെന്നാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞത് അമ്മയുടെ പൈസയാണെന്നാണ് പറഞ്ഞത്. അമ്മ കൊടുത്ത, കാരണം ഒരു ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ നിന്നാണ് അത്ര ഉയർത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പം സ്വന്തം സ്ഥാപനമായി, സാമ്പത്തികമായി ആരും എങ്ങൊന്നും ഇറക്കി വിടത്തില്ല. സ്വന്തം സ്ഥാപനമാണ്, അധ്വാനിക്കുന്ന അത്രയും കാശുണ്ടാക്കാൻ പറ്റും. സ്കൈ ഈസ് ദ ലിമിറ്റ്. എത്ര അധ്വാനിക്കുന്ന മുഴുവൻ പൈസ അവനവന് കിട്ടും. നമ്മളൊരു സ്ഥാപനത്തിൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മൾ എത്ര അധ്വാനിച്ചാലും അതിന് പരിമിതിയുണ്ട്. പക്ഷെ സ്വന്തം ഒരു സ്ഥാപനം ആകുമ്പോൾ നമ്മൾ എത്ര അധ്വാനിച്ചാലും മുഴുവൻ അത് സ്കൈ ഈസ് ദ ലിമിറ്റ്. അത് നമുക്കാണ് ആ വരുമാനം. ജീവിതം ഭയങ്കരമായിട്ട് ചേഞ്ച് ആണോ, ഒരു അജഗജാന്തരം. ഒരു ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നു സ്വന്തമായിട്ടൊരു തൊഴിലേക്ക് വന്ന് വിജയിച്ചു കഴിഞ്ഞാൽ. ഇതൊക്കെ ഞാനീ കണ്ടിരിക്കുന്നതൊക്കെ വ്യക്തികളെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നത് ദൈവാധീനമാണ്. അല്ലാതെ കഴിവല്ല, ഒരു കഴിവുമല്ല, കഴിവില്ലെന്നല്ല, ദൈവാധീനം കൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാ ദൈവാധീനം ഉണ്ടാകട്ടെ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.